ഇന്നപ്പം മൂന്നാമത്തെ നോമ്പ്. ഇന്ന് ഞാൻ ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് എന്ത് കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ എല്ലാതും ആക്കി വെക്കുക എന്നുള്ള കാര്യം പോസിബിൾ അല്ല. കാരണം ഞാൻ ഇത് ചെയ്ത് തുടങ്ങുന്നത് തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ്. ഇതിൽ ഞാൻ എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡറും ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തിട്ടുമാണ് കേട്ടോ ഇട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചിക്കനും പൊട്ടറ്റും വേവിക്കുന്ന സമയത്ത് അതിലുമാണ് ഇടാറുള്ളത്. പിന്നെ ഞാൻ ഇതിലുപയോഗിക്കുന്ന ആകെയുള്ള മസാല എന്ന് പറയുന്നത് ഗരം മസാലയും പെപ്പർ പൗഡറും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് ഈ ഒരു രീതിയിലാണ് ആക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറേ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് മസാലയൊക്കെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ആക്കുമ്പോഴാണ്. ഈ ഒരു ഓവൽ ഷേപ്പിലാണ് ഞാൻ കട്ട്ലറ്റ് ആക്കാറുള്ളത്. എനിക്കിത് റൗണ്ടിലാക്കുന്നത് വലിയ ഇഷ്ടമല്ല. പിന്നെ കുറച്ച് ഡേറ്റ്സ് പൊരിച്ചെടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്നാക്സ്. പിന്നെ വേറെ ഒന്നും ആക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇതൊക്കെ വെച്ച് നോമ്പ് തുറന്നു. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടാക്കിയത് ഇൻസ്റ്റയിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം പുട്ടുപൊടിയിൽ കുറച്ചധികം തേങ്ങയും പാലും ഒക്കെ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പി. എളുപ്പമായതുകൊണ്ട് എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കടായി റെഡിയാക്കി എടുത്തു. അങ്ങനെ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൽ നെയ്യൊക്കെ തടവിയിട്ട് ഇത് ഒഴിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തു. വേവിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലായിരുന്നു സാധനം. ചിക്കൻ കറീൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഫോളോ ഫോർ മോർ.